മിഡിൽ ഈസ്റ്റിലെ യുദ്ധമുഖത്ത് വിരിയുന്ന സമാധാനത്തിന്റെ പുതിയ പ്രതീക്ഷകൾ. യൂറോപ്പിലെ അതിർത്തികളിൽ ഇന്നു മുതൽ നിലവിൽ വരുന്ന ഡിജിറ്റൽ വിപ്ലവം. ബെയ്ജിംഗിലെ ഗ്രേറ്റ് ഹാളിൽ ചൈനയും തായ്വാനും തമ്മിൽ നടന്ന ചരിത്രപരമായ കൂടിക്കാഴ്ച. വത്തിക്കാനും പെന്റഗണും തമ്മിലുള്ള അസാധാരണമായ നയതന്ത്ര പോരാട്ടം. വാഷിംഗ്ടണിൽ ഇസ്രായേലും ലെബനനും നേരിട്ടുള്ള ചർച്ചകൾക്ക് ഒരുങ്ങുമ്പോൾ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിന്റെ സമാധാന നീക്കങ്ങളെ ഹിസ്ബുള്ള തള്ളിക്കളയുന്നത് മിഡിൽ ഈസ്റ്റിൽ പുതിയ ആഭ്യന്തര രാഷ്ട്രീയ പോരിന് വഴിതുറക്കുകയാണ്. ഇതിനിടയിൽ യൂറോപ്പിലേക്കുള്ള യാത്രകളിൽ പാസ്പോർട്ട് സീലുകൾക്ക് പകരം ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന EES പദ്ധതി ഇന്നു മുതൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. കിഴക്കൻ ഏഷ്യയിൽ യുദ്ധഭീതി അകറ്റാൻ മായങ് ജിയോയും ഷി ജിൻപിങ്ങും തമ്മിൽ ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ വത്തിക്കാനിൽ അമേരിക്കൻ വംശജനായ പോപ്പ് ലിയോ 14നും പെന്റഗണും തമ്മിലുള്ള തർക്കം പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ നിർണായക മാറ്റങ്ങൾ പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലാണോ അതോ സമാധാനത്തിന്റെ പുതിയൊരു പുലരിയിലേക്കാണോ ലോകം നീങ്ങുന്നത്? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത് കത്തുന്ന വാർത്തകളാണ്. ഒരു വശത്ത് ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ, മറുവശത്ത് ലെബനനിൽ ഹിസ്ബുള്ളയെ തകർക്കാൻ ആഞ്ഞടിക്കുന്ന IDF. അങ്ങനെ സംഘർഷങ്ങൾ മാത്രം. എന്നാൽ ഇന്ന് പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് വലിയൊരു മാറ്റത്തിലേക്കാണ്. ഇസ്രായേലും ലെബനനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴി തെളിയുന്നു. അതും അടുത്ത ആഴ്ച വാഷിംഗ്ടണിൽ വെച്ചാണ്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ചരിത്രപരമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. ഇസ്രായേലുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് അദ്ദേഹം തയ്യാറാണ്. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രസിഡന്റ് സമാധാനം ആഗ്രഹിക്കുമ്പോൾ ലെബനിലെ കരുത്തുറ്റ ശക്തിയായ ഹിസ്ബുള്ള ഈ ഒരു നീക്കത്തെ പാടെ തള്ളിക്കളയുകയാണ്. ബെയ്റൂട്ടിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പോര് തുടങ്ങുകയാണ്. മുജ്തബ ഖമേനിയുടെ പുതിയ പ്രതികാര പ്രതിജ്ഞയും ട്രംപിന്റെ ഇടപെടലുകളും ഈ യുദ്ധത്തെ എങ്ങോട്ട് നയിക്കും? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ഏറ്റവും പുതിയ ബിഗ് അപ്ഡേറ്റിലേക്ക് വരാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരു വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ലെബനനുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ അദ്ദേഹം ക്യാബിനറ്റിന് നിർദ്ദേശം നൽകി. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാണ് എന്ന ഒരു പോസിറ്റീവ് ഇമേജ് നൽകാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അതുപോലെ ഈ ഒരു നീക്കത്തെ ഡിപ്ലോമാറ്റിക് ബ്രേക്ക് ത്രൂ എന്ന് വിളിക്കാം. കാരണം 1948 മുതൽ ഇസ്രായേലും ലെബനനും സാങ്കേതികമായി യുദ്ധത്തിലാണ്. അടുത്ത ആഴ്ച വാഷിംഗ്ടണിൽ വെച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മധ്യസ്ഥതയിലായിരിക്കും ഈ ചർച്ചകൾ. ഇതിന് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയൊരു സമ്മർദ്ദവുമുണ്ട്. ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്: സ്കെയിൽ ബാക്ക് ദി സ്ട്രൈക്സ്, അതായത് ലെബനിലെ ആക്രമണങ്ങൾ ഒന്ന് കുറയ്ക്കണം. എങ്കിൽ മാത്രമേ സമാധാന ചർച്ചകൾക്ക് സാധ്യതയുള്ളൂ എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ കൺഫ്യൂഷൻ. കഴിഞ്ഞ ഏപ്രിൽ 8-ന് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിലൊരു 2 ആഴ്ചത്തെ സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി വീണ്ടും അടച്ചു. വാഷിംഗ്ടൺ ഇതിനെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട വാട്ടർവേ തുറക്കാതെ ചർച്ചകൾ മുന്നോട്ട് പോകില്ല എന്നാണ് അമേരിക്കൻ നിലപാട്. എന്നാൽ പ്രതിദിനം 15 കപ്പലുകൾക്ക് മാത്രമേ അനുമതി നൽകൂ എന്നാണ് ഇറാന്റെ പുതിയ ഭീഷണി. ഇത് ആഗോള ഇന്ധന വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് പ്രകോപിതരായത്? ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറയുന്നത് ഗൗരവമേറിയ കാര്യമാണ്. സമാധാന ചർച്ചകൾക്കായി മുന്നോട്ട് വെച്ച 10 ചട്ടക്കൂട്ടിലെ 3 പ്രധാന കാര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ലംഘിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ലെബനിലെ വെടിനിർത്തലാണ്. രണ്ടാമതായി, ഇറാന്റെ എയർ സ്പേസ് ബഹുമാനിക്കുക എന്നതാണ്. 3, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം. ഈ കാര്യങ്ങളിൽ ഉറപ്പ് ലഭിക്കാതെ സമാധാന ചർച്ചകൾ അർത്ഥശൂന്യമാണ് എന്നാണ് തെഹ്റാന്റെ നിലപാട്. പക്ഷേ ഇപ്പുറത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരു വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ലെബനൻ ഗവൺമെന്റുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അടുത്ത ആഴ്ച വാഷിംഗ്ടണിൽ വെച്ച് ഈ ചർച്ചകൾ നടക്കുമെന്നാണ് വിവരവും. എന്നാൽ ഈ ചർച്ചകളെ അണ്ടർ ഫയർ എന്നാണ് ലെബനൻ വിശേഷിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 254 പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1165ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഓപ്പറേഷൻ എറ്റേണൽ ഡാർക്ക്നെസ് എന്ന് പേരിട്ട ഇസ്രായേൽ ആക്രമണത്തിൽ മിനിറ്റിൽ 10 മിസൈൽ എന്ന കണക്കിന് 100ഓളം കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടക്കുമ്പോഴും ഗ്രൗണ്ടിൽ യുദ്ധം കത്തുകയാണ്. നാഷണൽ ഡേ ഓഫ് മോർണിംഗ് ആയിട്ടാണ് ലെബനൻ ഇന്ന് ആചരിക്കുന്നത്. ഇതിനിടയിൽ എങ്ങനെ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇനി ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിന്റെ വാക്കുകൾക്ക് ഇന്ന് ലോകം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു വഴി നേരിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു.
പക്ഷേ അതിനു മുൻപായി വെടിനിർത്തൽ വേണമെന്ന കടുത്ത നിബന്ധനയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലെബനീസ് സുരക്ഷാ സേന അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നും പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ആക്രമണവും ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും മൂലം നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് സമാധാനം വേണമെന്നാണ് പ്രസിഡന്റിന്റെ പക്ഷം. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഹിസ്ബുള്ളയുടെ നിലപാടാണത്. വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകളെ ഹിസ്ബുള്ള പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഒരു ഹിസ്ബുള്ള വക്താവ് വ്യക്തമാക്കിയത് ഇസ്രായേലുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. മുന്നിൽ യുദ്ധവും പിന്നിൽ സമാധാനവും എന്ന ഇസ്രായേലിന്റെ തന്ത്രം നടക്കില്ല എന്ന് അവർ പറയുന്നു. ലെബനൻ ഗവൺമെന്റിന് മേൽ ഹിസ്ബുള്ളയ്ക്കുള്ള സ്വാധീനം വെച്ച് നോക്കിയാൽ അവരുടെ അനുമതി ഇല്ലാതെ ഒരു കരാറും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ഇനി ഇപ്പുറത്ത്, അതായത് ഇറാന്റെ കാര്യം നോക്കാം. ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖമീനി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞങ്ങളുടെ ന്യൂക്ലിയർ റൈറ്റ്സ് വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ്. അതുപോലെ തന്റെ പിതാവിന്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മരണത്തിന് പകരം വീട്ടുമെന്നും അദ്ദേഹം ശപഥം ചെയ്തിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ പറയുന്നത് സമാധാന ചർച്ചകളിൽ ലെബനനെയും ഉൾപ്പെടുത്തണമെന്നാണ്. അല്ലെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന ഭീഷണിയും അവർ ഉയർത്തുന്നുണ്ട്. ഇനി ഇതിനോട് ട്രംപ് പ്രതികരിച്ചത് വളരെ രൂക്ഷമായിട്ടാണ്. ഇറാൻ കരാർ ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, കഠിനമായിരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇനി എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇപ്പോൾ ഇത്രയും നിർണായകമാകുന്നത്? ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ നേരിട്ട് ലെബനൻ ഗവൺമെന്റുമായി സംസാരിക്കാൻ തയ്യാറാവുന്നു എന്നത് ഹിസ്ബുള്ളയുടെ പ്രസക്തി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ്. ലെബനൻ പ്രധാനമന്ത്രി ബെയ്റൂട്ടിനെ സൈനിക മുക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ ഇസ്രായേൽ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഇനി രണ്ടാമത്തേത്, ട്രംപിന്റെ പീസ് ടു സ്ട്രെങ്ത് പോളിസി ഇവിടെ എത്രത്തോളം വർക്ക് ചെയ്യുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു. ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിയും അതേസമയം ചർച്ചകൾക്ക് വാതിൽ തുറന്നു വെച്ചും ഒരു ബാലൻസിങ്ങിനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ കൂടി നമ്മൾ വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഒരു കലുഷിതമായ അവസ്ഥയാണ്. ഒരു വശത്ത് വാഷിംഗ്ടണിൽ സമാധാന ചർച്ചകൾക്ക് പ്ലാൻ തയ്യാറാകുന്നു, മറുവശത്ത് ലെബനനിലെ തെരുവുകളിൽ മിസൈലുകൾ പതിക്കുന്നു. ട്രംപ് ഭരണകൂടം സമാധാനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെയും ഇസ്രായേലിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ തങ്ങളുടെ പ്രതികാരത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ, അതോ വാഷിംഗ്ടൺ ചർച്ചകൾ ചരിത്രപരമായ ഒരു വഴിത്തിരിവാകുമോ? വരും ദിവസങ്ങൾ ഇതിന് ഉത്തരം നൽകും. അടുത്ത ആഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതൊരു പക്ഷേ 2026 ഏറ്റവും വലിയ സൈനിക നീക്കത്തിന് വഴിവെച്ചേക്കാം. യൂറോപ്പ് യാത്രയെ സ്നേഹിക്കുന്നവർക്കും അവിടെ ജോലിക്കും പഠനത്തിനുമായി പോകുന്നവർക്കും വളരെ നിർണായകമായ ഒരു ദിവസമാണിത്. കാരണം വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും മാറ്റിവെക്കലുകൾക്കും ശേഷം യൂറോപ്യൻ യൂണിയന്റെ പുത്തൻ അതിർത്തി സംരക്ഷണ നിയമം, അതായത് എൻട്രി എക്സിറ്റ് സിസ്റ്റം EES, ഇന്നു മുതൽ 29 രാജ്യങ്ങളിൽ പൂർണ്ണമായും നിലവിൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പാസ്പോർട്ടിൽ ഇനി സീൽ അടിക്കുന്ന കാലം കഴിഞ്ഞു. പകരം നിങ്ങളുടെ മുഖവും ഫിംഗർ പ്രിന്റും ഡിജിറ്റലായി റെക്കോർഡ് ചെയ്യപ്പെടും. ഇത് വലിയൊരു മാറ്റമാണ്. പക്ഷേ ഇതിന് പിന്നിൽ ചില കടമ്പകളുണ്ട്. എന്താണ് ഈ ഒരു EES എന്ന് പറയുന്ന സംവിധാനം? ഇത് നിങ്ങളുടെ യാത്രയെ എങ്ങനെ ബാധിക്കും നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഒരു EES എന്ന് ലളിതമായിട്ട് പറയാം. യൂറോപ്പിലെ ഷെങ്കൻ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന നോൺ യൂറോപ്യൻ യാത്രക്കാരെ ട്രാക്ക് ചെയ്യാനാണ് ഈ ഡിജിറ്റൽ സിസ്റ്റം കൊണ്ടുവരുന്നത്. മുൻപ് ബോർഡർ ഓഫീസേഴ്സ് നമ്മുടെ പാസ്പോർട്ട് വാങ്ങി പേജ് മറിച്ചു നോക്കി സീൽ അടിക്കുമായിരുന്നു. പക്ഷെ ഇനി അതുണ്ടാവില്ല. പകരം നിങ്ങൾ യൂറോപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ബയോമെട്രിക് ഡേറ്റ, അതായത് മുഖത്തിന്റെ ഫോട്ടോയും അതുപോലെ ഫിംഗർ പ്രിന്റ്സും ഒക്കെ അവർ ശേഖരിക്കും. നിങ്ങളുടെ പേര്, പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ്, നിങ്ങൾ പ്രവേശിച്ച തീയതി, പുറത്തേക്ക് പോയ തീയതി എന്നിവയെല്ലാം ഡിജിറ്റലായിട്ട് സേവ് ചെയ്യപ്പെടും. 3 വർഷത്തേക്ക് ഈ വിവരങ്ങൾ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാകും. ചുരുക്കത്തിൽ നിങ്ങൾ ഇനി എപ്പോൾ വന്നു, എത്ര ദിവസം നിന്നു എന്ന് സിസ്റ്റം കൃത്യമായി കണക്കുവെക്കും. ഇനി ഇത് ആർക്കൊക്കെയാണ് ബാധകം? യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇത് ബാധകമാണ്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇനി മുതൽ ഈ ഡിജിറ്റൽ പരിശോധന വളരെ നിർബന്ധമാണ്. ഷോർട്ട് സ്റ്റേ വിസ, അതായത് ഹ്രസ്വകാല വിസയിൽ പോകുന്നവരും വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുമതിയുള്ള രാജ്യക്കാരും ഇതിൽ ഉൾപ്പെടും. എന്നാൽ യൂറോപ്യൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കും റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും ഇതിൽ നിന്ന് ഇളവുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ പുതിയ സിസ്റ്റം നടപ്പിലാകുമ്പോൾ എയർപോർട്ടുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓരോ യാത്രക്കാരന്റെയും ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാൻ പഴയതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. റിപ്പോർട്ടുകൾ പ്രകാരം പ്രോസസ്സിംഗ് സമയം ഏകദേശം 70% വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവർ കുറച്ച് കൂടുതൽ സമയം കയ്യിൽ കരുതേണ്ടി വരും. പ്രത്യേകിച്ചും പാരീസ്, ഫ്രാങ്ക്ഫർട്ട്, ആംസ്റ്റർഡാം തുടങ്ങിയ തിരക്കുള്ള എയർപോർട്ടുകളിൽ. ചില രാജ്യങ്ങൾ തിരക്കൊഴിവാക്കാൻ യാത്രയ്ക്ക് മുൻപേ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ട്രാവൽ ടു യൂറോപ്പ് മൊബൈൽ ആപ്പുകളും അവതരിപ്പിച്ചിട്ടുണ്ട്.
ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സമയം ലാഭിക്കാൻ സഹായിക്കും. ഇനി പലർക്കും ഒരു വലിയ സംശയമുണ്ട്, ഇതാണോ ETIAS എന്ന് പറയുന്നത്, അതായത് ETIAS എന്ന്? അല്ല, EES-ഉം ETIAS-ഉം രണ്ടാണ്. ഇന്ന് നിലവിൽ വന്ന EES എന്ന ബോർഡറിലെ പരിശോധനയാണ്. എന്നാൽ ETIAS എന്നത് അമേരിക്കയിലെ ESTA പോലെ യാത്രയ്ക്ക് മുൻപേ എടുക്കേണ്ട ഒരു ഓൺലൈൻ അനുമതിയാണ്. അത് ഈ വർഷം അവസാനം മാത്രമേ പ്രാബല്യത്തിൽ വരൂ. അപ്പോൾ നിലവിൽ നിങ്ങൾ പേടിക്കേണ്ടത് എയർപോർട്ടിലെ ആ പഴയ സീലിംഗ് മാറി പുതിയ ഡിജിറ്റൽ മെഷീൻ വരുന്നതിനെ കുറിച്ച് മാത്രമാണ്. അടുത്ത ചോദ്യം, എന്തിനാണ് യൂറോപ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊരു സിസ്റ്റം കൊണ്ടുവരുന്നത്? പ്രധാനമായും സുരക്ഷ, സെക്യൂരിറ്റി തന്നെയാണ് കാരണം. വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചുള്ള യാത്രകൾ കണ്ടെത്താൻ ബയോമെട്രിക് ഡേറ്റ സഹായിക്കും. അതുപോലെ തന്നെ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുന്നവരെ കണ്ടെത്താൻ ഇനി ഓഫീസർമാർ പാസ്പോർട്ട് പേജുകൾ തപ്പേണ്ടി വരില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അലേർട്ട് നൽകും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂറോപ്പ് യാത്ര ഇനി കൂടുതൽ ഹൈടെക് ആവുകയാണ്. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ എയർപോർട്ടുകളിൽ ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും തിരക്കും ഉണ്ടായേക്കാം. അതുകൊണ്ട് യാത്രയ്ക്ക് മുൻപേ അതത് രാജ്യങ്ങളുടെ പുതിയ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. വിരലടയാളവും അതുപോലെ ഫോട്ടോയും നൽകാൻ വിസമ്മതിക്കുന്നവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും എന്ന കാര്യം കൂടി മറക്കരുത്. ഇന്ന് 2026 ഏപ്രിൽ 10 ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് ബെയ്ജിംഗ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തായ്വാൻ മുൻ പ്രസിഡന്റും നിലവിലെ പ്രധാന പ്രതിപക്ഷ നേതാവുമായ മാ യിങ്-ജിയോയും തമ്മിൽ ചരിത്രപരമായ കൂടിക്കാഴ്ച നടത്തി. ഒരു വശത്ത് ചൈന തായ്വാനെ ലക്ഷ്യമിട്ട് സൈനികാഭ്യാസം ശക്തമാക്കുമ്പോൾ മറുവശത്ത് സമാധാനത്തിന്റെ വിത്തുകൾ പാകാനാണ് താൻ എത്തിയതെന്ന് മാ പ്രഖ്യാപിക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? ചൈനയും തായ്വാനും തമ്മിലുള്ള ഈ ഒരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പിന്റെ ചരിത്രം എന്താണ്? അമേരിക്കയും ലോകരാജ്യങ്ങളും ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പരിശോധിക്കാം. ബെയ്ജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിലാണ് ഈ ഒരു നിർണായക ചർച്ച നടന്നത്. മാ യിങ്-ജിയുടെ ഈ സന്ദർശനം വെറും ഒരു യാത്രയല്ല, മറിച്ച് തായ്വാൻ കടലിടുക്കിലെ കനലുകൾ കെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ്. യുദ്ധം ഒഴിവാക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു മായുടെ പ്രധാന ആവശ്യം. ഷി ജിൻപിങ് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. രണ്ട് ഭാഗത്തുള്ളവർ ഒരേ കുടുംബമാണ് എന്നാണ് ഷീ പറഞ്ഞത്. എന്നാൽ തായ്വാൻ സ്വതന്ത്രമാകാൻ ശ്രമിച്ചാൽ അതിനെ നഖശികാന്തം എതിർക്കുമെന്ന മുന്നറിയിപ്പും ചൈനീസ് മാധ്യമങ്ങൾ ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. അതേസമയം തായ്വാനിലെ ഭരണകക്ഷിയായ DPP, ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി, ഈ കൂടിക്കാഴ്ചയെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് ചരിത്രം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ചൈന തായ്വാനെ വിട്ടുകൊടുക്കാത്തത്? ഇതിന്റെ വേരുകൾ 1949 ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിലാണ്. അന്ന് മാവോ സെതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുത്തപ്പോൾ പരാജയപ്പെട്ട ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിങ്താങ് KMT പാർട്ടി തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്തു. അന്നു മുതൽ തായ്വാൻ സ്വയംഭരണാധികാരമുള്ള ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ചൈനയുടെ നിലപാട് വ്യക്തമാണ്. വൺ ചൈന പോളിസി, അതായത് തായ്വാൻ ചൈനയുടെ ഒരു പ്രവേശം മാത്രമാണ്. അത് എന്ന് വേണമെങ്കിലും ചൈനയുമായി കൂട്ടിച്ചേർക്കപ്പെടും. ഇതിനെയാണ് തായ്വാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എതിർക്കുന്നത്. മാ യിങ്-ജിയോയുടെ പാർട്ടിയായ KMT ചൈനയുമായിട്ട് സംഭാഷണത്തിന് തയ്യാറാണെങ്കിലും നിലവിലെ പ്രസിഡന്റ് ലായ് ചിങ് തേയുടെ പാർട്ടി പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത പ്രധാന ചോദ്യം ഈ കൂടിക്കാഴ്ചയോട് ലോകം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ നിലപാടാണ്. തായ്വാന്റെ ഏറ്റവും വലിയ സുരക്ഷാ പങ്കാളിയാണ് അമേരിക്ക. മായുടെ സന്ദർശനത്തെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് സമാധാനപരമായ ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ തായ്വാനിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം എന്നാണ്. ഇനി ജപ്പാൻ ആവട്ടെ ഇതിനെ വളരെ കരുതലോടെയാണ് കാണുന്നത്. തായ്വാൻ കടലിടുക്കിൽ യുദ്ധമുണ്ടായാൽ അത് ജപ്പാന്റെ സുരക്ഷയെ ബാധിക്കും. ഇനി ഇന്ത്യയുടെ നിലപാടും ശ്രദ്ധേയമാണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് തായ്വാനുമായി നയതന്ത്ര ബന്ധമില്ല എങ്കിലും സാമ്പത്തികമായും സാങ്കേതികമായും ബന്ധം ശക്തമാക്കുന്നുണ്ട്. ചൈനയുടെ ആധിപത്യം തടയാൻ തായ്വാന്റെ നിലനിൽപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനവുമാണ്. 2026 ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശരിക്കും തായ്വാനിലെ അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. ചൈനയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക ലാഭമുണ്ടാക്കുമെന്ന് മാ യിങ്-ജിയോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഇതിനെ ചൈനയ്ക്ക് മുന്നിലുള്ള ഒരു കീഴടങ്ങൽ എന്നാണ് വിമർശകർ വിളിക്കുന്നത്. ഷി ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബലപ്രയോഗത്തിലൂടെ അല്ലാതെ തായ്വാനെ വശത്താക്കാൻ കിട്ടിയ ഒരു അവസരമാണിത്. സമാധാനത്തിന്റെ വിത്തുകൾ പാകാനാണ് താൻ വന്നതെന്ന് മാ പറയുമ്പോഴും അത് ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് ലോകം സംശയിക്കുന്നുണ്ട്. ഒരു വശത്ത് ചർച്ച നടക്കുമ്പോഴും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് വിമാനങ്ങൾ തായ്വാന്റെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ അതിക്രമിച്ചു കയറിയിരുന്നു. ഈ വൈരുദ്ധ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കൈകൊണ്ട് സമാധാനം പറയുകയും മറുകൈകൊണ്ട് ആയുധം കാണിക്കുകയും ചെയ്യുന്ന ചൈനീസ് ശൈലിയാണിത്. മാ യിങ്-ജിയോയുടെ ഈ യാത്ര ചൈനയെ എത്രത്തോളം
തണുപ്പിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. ചുരുക്കത്തിൽ ബെയ്ജിംഗിലെ ഈ ഹസ്തദാനം ലോക രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു ലോകത്തിന് ഈ ചർച്ചകൾ നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ചൈനയുടെ താല്പര്യങ്ങൾ എപ്പോഴും അവരുടെ ദേശീയ ഐക്യത്തിന് മുൻഗണന നൽകുന്നു എന്നാണ്. തായ്വാൻ ജനത ഈ കൂടിക്കാഴ്ചയെ എങ്ങനെ സ്വീകരിക്കും? അമേരിക്ക ഇതിൽ ഇടപെടുമോ? വരും മാസങ്ങൾ പശ്ചിമ പസഫിക് മേഖലയ്ക്ക് നിർണായകമാണ്. ചരിത്രത്തിൽ ആദ്യമായ ഒരു അമേരിക്കക്കാരൻ കത്തോലിക്ക സഭയുടെ തലപ്പത്ത് എത്തിയിരിക്കുകയാണ് പോപ്പ് ലിയോ 14. പക്ഷേ തന്റെ സ്വന്തം രാജ്യമായ അമേരിക്കയുടെ 250-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ക്ഷണം അദ്ദേഹം നിരസിച്ചിരിക്കുന്നു. ഇതിനെല്ലാമിടയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. സഭ അമേരിക്കയുടെ പക്ഷം ചേരണമെന്നും US സൈനിക ശക്തിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും പെന്റഗൺ വത്തിക്കാൻ പ്രതിനിധിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്രേ. എന്താണ് ഈ ഒരു പെന്റഗൺ വേഴ്സസ് പോപ്പ് തർക്കത്തിന് പിന്നിൽ? എന്തുകൊണ്ടാണ് അമേരിക്കൻ വംശജനായ പോപ്പ് ട്രംപ് ഭരണകൂടത്തെ ഇത്രയധികം അകറ്റി നിർത്തുന്നത്? പരിശോധിക്കാം. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഒരു രഹസ്യ മീറ്റിംഗിനെ കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. വത്തിക്കാൻ അംബാസഡറായ കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിയെ പെന്റഗൺ വിളിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ ഡോൺറോ ഡോക്ട്രിനെ, അതായത് ട്രംപിന്റെ പുതിയ വിദേശ നയത്തെ, ഇതിനെ പോപ്പ് വിമർശിച്ചതാണ് പെന്റഗണിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ലോകത്ത് എന്തും ചെയ്യാനുള്ള സൈനിക കരുത്തുണ്ട്. സഭ ഞങ്ങളുടെ പക്ഷം ചേരുന്നതാണ് നല്ലത് എന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ കർദിനാളിനോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇംപ്ലിസിറ്റ് ത്രെറ്റ് ആണ്, അതായത് പരോക്ഷമായ ഭീഷണിയായിട്ടാണ് വത്തിക്കാൻ കാണുന്നത്. പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയായി വന്ന ലിയോ 14 ഷിക്കാഗോയിൽ ജനിച്ച വ്യക്തിയാണ്. ഒരു സൂപ്പർ പവർ രാജ്യത്തു നിന്നുള്ള മാർപ്പാപ്പ സഭയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹം ട്രംപിന്റെ നാഷണലിസം പോളിസിയുടെ കടുത്ത വിമർശകനായി മാറി. യുദ്ധക്കൊതിയും കുടിയേറ്റക്കാരോടുള്ള മോശം പെരുമാറ്റവും സഭയ്ക്ക് അംഗീകരിക്കാനാവില്ലെന്ന് പോപ്പ് ആവർത്തിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന അത്രയും കാലം താൻ അമേരിക്ക സന്ദർശിക്കില്ലെന്ന് അദ്ദേഹം പരോക്ഷമായ നിലപാടെടുത്തത്. ഈ തർക്കത്തിന്റെ ഒരു വശത്ത് ചൈന തായ്വാൻ വിഷയവുമുണ്ട്. അതായത് വത്തിക്കാൻ ഇന്നും തായ്വാനെ അംഗീകരിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ ചൈനയുമായിട്ട് ഒരു പാസൽ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ സഭ ശ്രമിക്കുന്നുമുണ്ട്. തായ്വാൻ വിഷയത്തിൽ ചൈനയെ പ്രകോപിപ്പിക്കാതെ അതേസമയം ജനാധിപത്യം സംരക്ഷിക്കണമെന്ന പോപ്പിന്റെ നിലപാട് ട്രംപ് ഭരണകൂടത്തിന് അത്ര താല്പര്യമില്ല. ചൈനയും തായ്വാനും തമ്മിലുള്ള ചരിത്രപരമായ തർക്കം നമ്മൾ പരിശോധിച്ചാൽ 1949 മുതൽ അവർ പിരിഞ്ഞു നിൽക്കുകയാണ്. ഈ മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ അത് വലിയൊരു യുദ്ധത്തിന് കാരണമാകുമെന്ന് പോപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനെയാണ് പെന്റഗൺ ആന്റി അമേരിക്കൻ നിലപാടായിട്ട് കാണുന്നത്. ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോപ്പിന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഇറ്റലിയും ഫ്രാൻസും വത്തിക്കാന്റെ നയതന്ത്ര സ്വാതന്ത്ര്യത്തെ മാനിക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ട്രംപ് അനുകൂലികൾ പറയുന്നത് പോപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നാണ്. റഷ്യയും ചൈനയും ഈ തർക്കത്തെ തങ്ങളുടെ പ്രചാരണ ആയുധമാക്കാൻ ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ വത്തിക്കാനും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം 2026 ഒരു കോൾഡ് വാർ ഘട്ടത്തിലാണ്. ഒരു അമേരിക്കൻ മാർപ്പാപ്പ സ്വന്തം നാടിനോട് പിണങ്ങി നിൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് കേവലം രണ്ട് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങളും അധികാര രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പശ്ചിമേഷ്യൻ സമാധാനം എന്നത് എന്നും ഒരു കീറാമുട്ടിയായി തുടരുന്ന പ്രതിഭാസമാണ്. 2026 തുടക്കത്തിൽ ഇസ്രായേലും വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് വേദിയാകുമ്പോൾ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ സമാധാനത്തിന്റെ ഈ വെള്ളരിപ്രാവുകൾ പറന്നുയരേണ്ട വേദിയിൽ നിന്ന് വിദ്വേഷത്തിന്റെയും പകയുടെയും വാക്കുകൾ ഉയർന്നു വന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഇസ്രായേലിനെതിരെ നടത്തിയ തീവ്രമായ പരാമർശങ്ങളും അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നൽകിയ കടുത്ത മറുപടിയും ഇപ്പോൾ പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാനത്തിനായി മധ്യസ്ഥത വഹിക്കുമെന്ന് അവകാശപ്പെടുകയും മറുവശത്ത് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ഖവാജ ആസിഫിന്റെ വിവാദ പരാമർശങ്ങൾ കേവലം രാഷ്ട്രീയ വിമർശനങ്ങൾ എന്നതിലുപരി ഒരു ജനതയ്ക്കും രാഷ്ട്രത്തിനും നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. ഇസ്രായേലിനെ മനുഷ്യരാശിയുടെ ശാപമെന്നും ക്യാൻസർ ബാധിച്ച രാജ്യമെന്നും വിശേഷിപ്പിച്ച ആസിഫ് പലസ്തീൻ മണ്ണിൽ ഈ രാജ്യം സ്ഥാപിച്ചവർ നരകാഗ്നിയിൽ വെന്തുരുകട്ടെ എന്നാണ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. ലെബനനിലും ഗാസയിലും ഇറാനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങളെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം യൂറോപ്യൻ ജൂതന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ എന്ന രാജ്യം സൃഷ്ടിക്കപ്പെട്ടതെന്ന വിവാദപരമായ വാദം ഉയർത്തുകയും ചെയ്തു.
സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്നതിനിടയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായത് നയതന്ത്ര ലോകത്തെ മര്യാദകളുടെ നഗ്നമായ ലംഘനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അങ്ങേയറ്റം പ്രകോപനപരവും അപലപനീയവുമാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സമാധാനത്തിന്റെ നിഷ്പക്ഷ മധ്യസ്ഥനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇത്തരം ഒരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാഷ്ട്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ആഹ്വാനം ആധുനിക നയതന്ത്ര ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് എന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പ്രസ്താവനയോടെ പാകിസ്ഥാന്റെ നിഷ്പക്ഷത പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാന് ധാർമ്മികമായ എന്ത് അവകാശമാണ് ഉള്ളതെന്ന ചോദ്യം നെതന്യാഹു നേരിട്ട് ഉയർത്തുകയായിരുന്നു. നയതന്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം പാകിസ്ഥാനിലെ ഭരണകൂടത്തിനുള്ളിലെ പൊരുത്തക്കേടുകളാണ്. പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് അത്യന്തം ശത്രുതാപരമായ പോസ്റ്റ് പങ്കുവെച്ച് കൃത്യം 10 മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സമാധാനത്തെക്കുറിച്ചും നയതന്ത്രത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മേഴ്സുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്നും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും ഷെരീഫ് അവകാശപ്പെട്ടു. വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും ചർച്ചകൾ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജർമ്മനിയുമായി ധാരണയിലെത്തിയെന്ന് ഷെരീഫ് പറയുമ്പോഴും സ്വന്തം മന്ത്രിസഭയിലെ അംഗം അയൽരാജ്യത്തിന്റെ നാശത്തിനായി ആഹ്വാനം ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന തന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും അന്താരാഷ്ട്ര വേദികളിൽ മിതവാദി മുഖം കാണിക്കുകയും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയാണിത്. സമാധാന ചർച്ചകളിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഇസ്രായേൽ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ നൽകിയ സൂചനകൾ പ്രകാരം ഇസ്രായേൽ ഒരിക്കലും പാകിസ്ഥാനെ ഒരു വിശ്വസ്ത പങ്കാളിയായി കണ്ടിട്ടില്ല. ഇനി അമേരിക്കയുടെ പ്രത്യേക താൽപര്യപ്രകാരം മാത്രമാണ് പാകിസ്ഥാനെ ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. മുൻകാലങ്ങളിൽ ഖത്തറിനെയും തുർക്കിയെയും ഹമാസുമായുള്ള ചർച്ചകൾക്കായി അമേരിക്ക ഉപയോഗിച്ചതുപോലെ ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് പാകിസ്ഥാൻ. എന്നാൽ ഒരു മധ്യസ്ഥൻ പാലിക്കേണ്ട പ്രാഥമിക മര്യാദകൾ പോലും ലംഘിക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ മന്ത്രി സംസാരിക്കുന്നത് അമേരിക്കയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെ ഇത്രയും കടുത്ത ഭാഷ ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ എങ്ങനെ സമാധാന ചർച്ചകളിൽ വിശ്വസിക്കുമെന്ന ചോദ്യത്തിന് വാഷിംഗ്ടണും മറുപടി നൽകേണ്ടി വരും. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇസ്രായേൽ ഇപ്പോൾ ഒരേ സമയം പല മുന്നണികളിൽ യുദ്ധം ചെയ്യുകയാണ്. ഗാസയിലെ ഹമാസിനും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും എതിരെ തുടരുന്ന സൈനിക നീക്കങ്ങൾ ഇറാനുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിലേക്കും നീങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീഷണികൾ വെറും ഒരു വാചക കസർത്തായി കാണാൻ സാധിക്കില്ല. അത് അങ്ങനെ കാണാൻ ഇസ്രായേൽ തയ്യാറുമല്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയായിരിക്കെ അവിടുത്തെ ഭരണാധികാരികൾ നടത്തുന്ന ഇസ്രായേൽ വിരുദ്ധ പരാമർശങ്ങൾ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ ബാധിക്കും. ജൂതവിരുദ്ധതയും വംശീയ അധിക്ഷേപങ്ങളും കലർന്ന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. യൂറോപ്യൻ ജൂതന്മാർക്കെതിരെയുള്ള ആസിഫിന്റെ പരാമർശം ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നതും ഹോളോകോസ്റ്റിനെ പോലും പരോക്ഷമായി ന്യായീകരിക്കുന്നതുമാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ജർമ്മനിയുടെ നിലപാടും ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. ചാൻസലർ ഫ്രീഡ്രിക് മേഴ്സ് ഇസ്രായേലിന്റെ അടുത്ത സുഹൃത്തായിട്ടാണ് അറിയപ്പെടുന്നത്. ഷെഹബാസ് ഷെരീഫുമായി സംസാരിക്കുമ്പോൾ സമാധാനത്തിന് ഊന്നൽ നൽകിയ ജർമ്മനി പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ഉറ്റുനോക്കപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണന നൽകുമ്പോൾ മധ്യസ്ഥനായി ചമയുന്ന പാകിസ്ഥാൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത് യൂറോപ്പുമായുള്ള അവരുടെ ബന്ധത്തെയും ബാധിച്ചേക്കാം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ ശ്രമിക്കുന്നതിലൂടെ ആഗോളതലത്തിൽ തകർന്നുപോയ തങ്ങളുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാമെന്ന പാകിസ്ഥാന്റെ മോഹത്തിന് ഖവാജ ആസിഫിന്റെ വാക്കുകൾ ഏൽപ്പിച്ച പ്രഹരം ചെറുതല്ല. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ സമാധാനം എന്നത് വെറും കരാറുകളിൽ ഒപ്പിടുന്നതല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രക്രിയയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലിനെ അംഗീകരിക്കാൻ മടിക്കുകയും മറുഭാഗത്ത് അവരുടെ വിനാശത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നിലപാട് സമാധാന ശ്രമങ്ങളെ വർഷങ്ങൾ പിന്നോട്ടടിക്കും. ഇസ്ലാമാബാദിലെ ചർച്ചകൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പാകിസ്ഥാൻ ആദ്യം തങ്ങളുടെ നയതന്ത്ര നിലപാടുകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. തീവ്രവാദത്തെയും വിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സമാധാന ചർച്ചകളുടെ അന്തരീക്ഷത്തെ കലുഷിതമാക്കും. നെതന്യാഹുവിന്റെ ശക്തമായ പ്രതികരണം പാകിസ്ഥാനെ മാത്രമല്ല, സമാന നിലപാട് സ്വീകരിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. സമാധാനം എന്നത് നിരുപാധികമായ വിട്ടുവീഴ്ചയല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലൂന്നിയ നിലനിൽപ്പാണ് എന്ന ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വിദ്വേഷം വിതയ്ക്കുന്നവർക്ക് സമാധാനം കൊയ്യാൻ കഴിയില്ല എന്ന പാഠമാണ് ഈ നയതന്ത്ര പ്രതിസന്ധി ലോകത്തിന് നൽകുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ മന്ത്രിയുടെ വാക്കുകളെ തള്ളിക്കളയുകയും ഇസ്രായേലിനോട് മാപ്പ് പറയുകയും ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം ഈ സമാധാന ശ്രമങ്ങൾ ചരിത്രത്തിലെ മറ്റൊരു പരാജയപ്പെട്ട അധ്യായമായി മാറും.
യുദ്ധവും സമാധാനവും ഡിജിറ്റൽ പരിവർത്തനങ്ങളും ഒരേ സമയം ലോകക്രമത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ നിർണായക നീക്കങ്ങളുടെ പരിണിത ഫലങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും സത്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടും നമുക്ക് മുന്നേറാം. ഗുഡ് നൈറ്റ്.